ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് ഇങ്ങനെ സ്പെഷ്യലൊന്നുമില്ല, ദോശമാവുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ദോശയും പിന്നെ ബീഫും ആണ് കേട്ടോ കൊടുത്തയക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പാരൻസും തന്നെ മൺഡേ ബീഫായിരിക്കും. കാരണം തലേ ദിവസം ബീഫ് വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും പിറ്റേ ദിവസം കുട്ടികൾക്കും അത് തന്നെയായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൊടുത്തയച്ചത്. പിന്നെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് വന്നതാണ് ജിമ്മിൽ. കുറച്ച് നേരം തലകുത്തി മറിഞ്ഞതിന് ശേഷം അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നാളെ തുടങ്ങി പൂജവെപ്പിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മൺഡേ വൈകുന്നേരം ഏതെങ്കിലും ഒരു ഫിലിമിന് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി വനിതാ തിയേറ്ററിൽ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ജിത്തു ജോസഫിൻ്റെ പുതിയ മൂവി ഉണ്ടല്ലോ, ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെയും. അപ്പോൾ ആ ഒരു മൂവിയാണ് കേട്ടോ കണ്ടത്. ഭയങ്കര സസ്പെൻസും ത്രില്ലറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ട്വിസ്റ്റുള്ളൊരു മൂവിയായിരുന്നു. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. തുടക്കത്തിൽ ഞാൻ വിചാരിച്ച അത്ര ഒരു രസം തോന്നിയില്ല. പിന്നെ കാണുമ്പോഴാണ് ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അൽത്താസയുടെ ഷവർമ ഷോപ്പുണ്ട്. അങ്ങനെ അവിടെ പോയി കുറേ നേരമൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ആർക്കും സിനിമ 9 മണിയായപ്പോൾ കഴിഞ്ഞു. പിന്നെ ആർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ഞങ്ങൾ ലേഡീസ് ട്രിപ്പാണെങ്കിലും 2-3 ബോയ്സ് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. അതേപോലെ ഹാസിമും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ സംസാരമൊന്നും തീരാതെ വന്നപ്പോൾ ഞങ്ങൾ നേരെ പുതിയ റൂട്ടിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് മൂത്ത ബ്രദറിൻ്റെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കൂടി കുറേ നേരം ഇരുന്ന് ഒരു 11 മണിയോടുകൂടി അങ്ങനെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മായും നാത്തൂനൊക്കെ പിറ്റേ ദിവസം ലഞ്ചിന് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം എന്തെങ്കിലും പ്ലാനാക്കി വെക്കാം, സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. മെയിനായിട്ട് സിനിമയ്ക്ക് പോയി വന്നപ്പോൾ ഇത്രയും ലേറ്റ് ആവുമെന്നും ഞാൻ വിചാരിച്ചില്ല. കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ നടന്നില്ല. പക്ഷേ തലേ ദിവസം തന്നെ ഞാൻ ചിക്കനും മീനും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഒരു 9 മണിയോടുകൂടി 2 സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഉണ്ടാക്കേണ്ട മെനു കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ പ്ലാനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോള് എന്നും അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അവളെ വിളിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും പോകുമ്പോൾ കൂടെ പോകണം എന്നൊക്കെ വിചാരിക്കാറുണ്ടെങ്കിലും നടക്കലില്ല കേട്ടോ. ഈ തവണ ഇത്താത്ത വന്നപ്പോഴും അവൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ അവൾക്കും അവധിയായതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അവരുടെ വീട് അടപ്പള്ളിയിലാണ്. അപ്പോൾ ആ വഴി ഇവിടെ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ഞാൻ ഏരിയും നെയ്മീനുമാണ് പറഞ്ഞത്. പക്ഷേ നെയ്മീൻ നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ നെയ്മീനല്ല അവർ തന്നേക്കുന്നത്. ഇവിടുത്തെ ഒരു കുഞ്ഞ് നെയ്മീനുണ്ട് നാട്ടിൽ കിട്ടുന്ന, അതിൻ്റെ പേര് വേറെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കിയത് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ പോപ്കോൺ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മായോ ചെപ്പും പിന്നെ കോൾസ്ലോയും അത് രണ്ടും കൂടിയായിട്ടാണ് സെർവ് ചെയ്യണേ. അപ്പോൾ കോൾസ്ലോ നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ആ സമയത്താണ് ഫിഷും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മസാല തേക്കാനുള്ളതൊക്കെ മാറ്റിയിട്ട് കുറച്ച് നല്ല പീസുകളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയാക്കി. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. കൂടെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെടുത്ത് കറി വെക്കാനാണ് കേട്ടോ. പിന്നെ തല കാര്യങ്ങളൊക്കെ തലയും വാല് സംഭവങ്ങളും പിന്നെ കുറച്ച് നല്ല പീസുകൾ എടുത്തിട്ട് അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പാസ്ത കുറച്ച് വേവിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കനും വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ മീൻ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് കറിയും കൂടി അങ്ങോട്ടേക്ക് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കറി ഇരിക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടുമല്ലോ. വീഡിയോ ഞാൻ ക്യാമറ വെച്ച സമയത്ത് വിചാരിച്ചു എൻ്റെ ഫേസ് കിട്ടുമെന്ന്. ഇതിപ്പോൾ ഫേസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ക്യാമറ ഇരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഫിഷ് കറിയാണ്. ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പും
അതേപോലെ കുടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് തിളച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മീനും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം നല്ല ടൈറ്റായിട്ടാണ്. ചെറിയൊരു മീൻകലമായിരുന്നു. എല്ലാ മീൻ്റെയും തലയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സംഭവം ഫുള്ളായി. മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും സ്പൂണോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ വേണം അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീൻകറി അങ്ങനെ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ പേസ്റ്റാക്കി വെച്ച തക്കാളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ പാസ്തയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഉപ്പും പെപ്പറും ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടത് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചൂടുള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തു. പക്ഷെ ഒതുക്കിയപ്പോൾ കുറച്ചൊന്ന് ഒരുപാട് ഒതുങ്ങിപ്പോയി. ചെറിയ ചെറിയ കട്ടയുള്ളതാണ് കേട്ടോ നല്ലത്. ഇത്രയും ഒതുങ്ങണ്ട. ഇതൊക്കെ സമൂസയ്ക്കും കട്ട്ലേറ്റിനൊക്കെ പാകത്തിനുള്ള ടൈപ്പായിപ്പോയി. പക്ഷേ ടേസ്റ്റ് കൂടുതലായിരിക്കും. എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ആ ഒരു ചിക്കൻ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇത്ര ഒതുങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാസ്ത വേവിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ പശുവും പാൽ ആഡ് ചെയ്യാം. ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, പെപ്പർ ഇത്രയാണ് പൊടികളായിട്ട് ആവശ്യമുള്ളൂ. വേറെ ഒന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് ഷ്രെഡഡ് ചീസോ മൊസറല്ല ചീസോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ പാസ്തയുടെ പണിയും കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചത് വെജിറ്റബിളായിട്ട് ബീട്രൂട്ടിൻ്റെ പച്ചടി ആക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അത് കുറവായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടി വാങ്ങി. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ലിസ്റ്റ് ഇട്ട് പോയി കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരെങ്കിലും വരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തലേ ദിവസം തന്നെ മെനു പ്ലാൻ ചെയ്യുക കേട്ടോ. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു മെനു പ്ലാൻ ചെയ്യുക. അതനുസരിച്ച് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കി വെക്കുക. പിന്നെ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന സംഭവങ്ങളാണെങ്കിൽ ഓർഡറൊക്കെ കൊടുക്കുക. രാവിലെ നേരത്തെ കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രാവിലെ പെട്ടെന്ന് കാര്യങ്ങൾ പണി കഴിയും കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടാറിയതിന് ശേഷം കട്ട തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും ഉപ്പും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഗീ റൈസും ബട്ടർ ചിക്കനും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടി വരും. അതൊക്കെ അപ്പോൾ ക്ലീൻ ചെയ്ത് പോവുക. അല്ലെങ്കിൽ എല്ലാ പണിയും കൂടി കഴിയുമ്പോൾ കിച്ചൺ ഭയങ്കര മെസ്സാവും കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് പോകണം. അതേപോലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ വഴറ്റി അത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് ചിക്കനും ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ആ സമയത്ത് ഇത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നാത്തും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ അതൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി ഇരുത്തിയപ്പോഴത്തേനും എൻ്റെ ഉമ്മായും വന്നു. പിന്നെ കുറച്ച് അങ്ങനെ അങ്ങോട്ട് തിരക്കായിട്ടാണ്. പിന്നെ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അരി കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുണ്ടെന്നുള്ളൊരു ധാരണയിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തലേന്ന് തന്നെ വാങ്ങി വെച്ചേനെ. പിന്നെ ഞാൻ വേഗം തന്നെ ഷോപ്പിൽ പോയി അരിയൊക്കെ വാങ്ങി. ഗീ റൈസ് നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തു. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ വേഗം പോയി എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതേ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും നിർബന്ധം റാബിയുടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പുറത്ത് പിന്നെ എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്തു. പിന്നെ സെഹ്റാക്ക് വിശക്കാതിരിക്കാനായിട്ട് നമ്മുടെ പോപ്കോൺ ഇടയ്ക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഫിഷും കാര്യങ്ങളൊക്കെ അതേ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ സെർവ് ചെയ്ത് ഞങ്ങൾ കഴിക്കാനിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾസ്ലോ, ചിക്കൻ പോപ്കോൺ, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, റൈസ്, ബീട്രൂട്ട് പച്ചടി, അതേപോലെ ഗീ റൈസ്, ബട്ടർ ചിക്കൻ, പാസ്ത, ഇത്രയായിരുന്നു കേട്ടോ ഫുഡ്
ഫുഡൊക്കെ അൽഹംദുലില്ലാ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് കുറച്ചൊരു ഉപ്പ് മുന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ റൈസിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഞാൻ ചോറ് വേവിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ അങ്ങോട്ട് ബാലൻസ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. എല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ അവരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഹാസിമിൻ്റെ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇത്താനെ ഞാനങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഉമ്മ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. ഉമ്മാക്ക് 2-3 വീടുകളിൽ ഇവിടെ പോകാനുണ്ട് കേട്ടോ. 2-3 ആളുകളെ കാണാനും ഒക്കെ ആയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ സെഹറായും നന്നായിട്ട് കഴിച്ചു. അവൾ കഴിച്ചപ്പോൾ എൻ്റെ മനസ്സും സത്യം പറയാൻ നിറഞ്ഞു. അവരുടെ കൂടെ കഴിക്കാണ്ടിരിക്കാതെ വിചാരിച്ചെങ്കിലും എനിക്കൊട്ടും വിശക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും പണി കഴിഞ്ഞിട്ടും ഞാൻ ഒട്ടും ടയേർഡും അല്ലായിരുന്നു. അവൾ കഴിക്കുന്നത് കണ്ടും നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് പാസ്തയും ബട്ടർ ചിക്കനൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്തയക്കുകയും ചെയ്തിട്ടാണ്. എന്തായാലും ആൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ രാജഗിരിയിൽ വർക്കിംഗ് ആണ്. പിന്നെ ആൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ജോലി തിരക്കുകളുടെ ഇതുകൊണ്ട് അങ്ങനെ നേരം കിട്ടലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുറവാണ് ആൾക്ക് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് നടക്കാറില്ല. അപ്പോൾ നടന്നപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് പിറ്റേ ദിവസം ഉമ്മായും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ചിക്കൻ പോപ്കോൺ നന്നായിട്ട് കഴിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യാണ്. പിന്നെ കുറച്ച് മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും ഫിഷ് കറിയും ചോറും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് കൊടുത്ത സ്വീറ്റിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ട് അവർക്ക് ഐസ്ക്രീമും പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് അനാറും ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അതിൽ ഫ്രഷ് ക്രീം മിക്സ് ചെയ്തിട്ട് പിന്നെ മുകളിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സർവ് ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉമ്മാനെ ആക്കി. അത് കഴിഞ്ഞ് മോൻ്റെ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വല്ലാത്ത ബോറടിയിട്ടാ. അങ്ങനെ ഞാൻ നേരെ രണ്ടാമത്തെ കട വീട്ടിലേക്ക് വന്നിട്ടാ. ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് വന്നു. ഞാൻ വരുമെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. 1 മണി സമയത്താണ് ഞാൻ വന്നത്. അങ്ങനെ ഹാസിമും ഇതേ മോളിൽ ഡ്രംസൊക്കെ അടിച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിരുന്ന് കുറച്ചേരം കത്തിയൊക്കെ അടിച്ച് പിന്നെ കുളിയൊക്കെ എൻ്റെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതേ ഫുഡൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഫിഷ് കറി, പിന്നെ കൊഴുവ പീര വറ്റിച്ചത്, ഫിഷ് ഫ്രൈ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഫിഷ് കറിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി സർവ് ചെയ്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ വൈകുന്നേരം ഒരു ചെറിയൊരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ലേഡീസ് എല്ലാവരും കൂടിയിട്ട് മൂന്നാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ മൂത്തയിത്ത വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്നാക്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കൊരു ചായ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അവിടെ കൂടാമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഫുഡൊക്കെ ടേബിളിലേക്ക് നിരത്തി ഹാസിമിനും കൊടുത്തു. നമ്മളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്ന് കഴിച്ചു. ചില സമയത്ത് ഒറ്റയ്ക്കാവുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല, ഭയങ്കര സങ്കടവും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മയങ്ങി ഒരു 5 മണിയോടുകൂടി നമ്മളങ്ങനെ കട വീട്ടിലേക്ക് പോയിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളും കലാപരിപാടികളൊക്കെ ഇതേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോമോസ്, കേക്ക്, അതേപോലെ ചിക്കൻ സമൂസ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും ചായയും ഒക്കെ ആയിട്ട് നമ്മൾ കത്തിയടിയും അതേപോലെ ചായ കുടിയൊക്കെ അതേ അംഗം തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരെ അവിടെ തകർത്ത് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ തിരിച്ചു പോരാന്നൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. പിന്നെ എല്ലാവരും അവിടെ തന്നെ നിന്നു. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പിറ്റേ ദിവസം സ്കൂളോ കാര്യങ്ങളൊന്നുമില്ല. 3 ദിവസം അടുപ്പിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. പിന്നെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് ഇങ്ങനെ സംസാരം ഇന്നോ നാളെ ഒന്നും തീരില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ സേമിയവും പഴവും ഇതൊക്കെ വെച്ചിട്ട് നട്ട്സൊക്കെ വെച്ചിട്ട് ആവി എടുക്കുന്ന ഒരട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ടാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞെങ്കിലും അത് കഴിച്ചു. കാരണം അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് വയറ് ഭയങ്കര ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഇത്തതേ പിന്നെയും പാസ്തയൊക്കെ ഉണ്ടാക്കി അതും ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി പിന്നെയും തിരിച്ച് ഈ കട വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. എൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ.
പിന്നെയും ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ലൈറ്റായിട്ട് കുറച്ച് ചോറ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നും തട്ടി. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. മൂത്തക്കാട് മോളും ഇന്ന് എൻ്റെ കൂടെ സ്റ്റേ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമയൊക്കെ കണ്ടിരുന്ന് 2 മണിക്കാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങൾ. എന്നും ഞാൻ വിചാരിക്കും ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ആഡ് ചെയ്യാമെന്ന്. പക്ഷെ അത് നടക്കലില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും 2-3 ദിവസത്തെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ബട്ടർ ചിക്കൻ്റെയും പാസ്തയുടെയൊക്കെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ അവധി ദിവസങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തീർന്നിട്ടാണ്. ഇനിയൊരു ഫ്രൈഡേ മാത്രം മക്കൾക്ക് സ്കൂളിൽ പോയാൽ മതി. പിന്നെയും സാറ്റർഡേ സൺഡേ. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വീക്കെൻഡ് വരണതെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അത്ര ഫാസ്റ്റിലാണ് ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.